2 ദിവസമായില്ല വീഡിയോയിൽ ഇട്ടിട്ട്. അതിൻ്റെ ഈ കാരണം എന്താണെന്ന് നിങ്ങൾ വല്ലവരും അന്വേഷിച്ചോ? ഇല്ല. ആ കാരണം എന്താണ്, അത് ഇങ്ങോട്ടേക്കായിരുന്നു ആ യാത്ര എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇതേ ഞാൻ വൈറ്റില മെട്രോ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ കലൂരേക്ക് പോവാണ്. ഇപ്പം കലൂർ വരെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം കലൂർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജിഷേട്ടയും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഞങ്ങൾ 2 പേരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എങ്ങോട്ടോ പോവുകയാണെന്ന്. നേരെ എങ്ങോട്ടുമല്ല, ജിഷേട്ടയുടെ വീട്ടിലോട്ട്. അവിടെ ഒരു അച്ഛയമ്മയൊക്കെ ഉണ്ട്. അച്ഛയമ്മയും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടെ സർപ്രൈസായിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ സർപ്രൈസ് എനിക്കും അവർക്കും വരുന്നു. ഞാൻ വിചാരിച്ചു ജിഷേട്ടയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നില്ല. അപ്പം ഞങ്ങൾ രാവിലെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കിനും അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് എനിക്ക് അതും ഇത് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോയി മുട്ട ഇപ്പം മേടിച്ചു. എനിക്ക് മാത്രമല്ല വീട്ടിലോട്ടും ഞാൻ മേടിച്ചു. പിന്നെ അവിടെ ഒരു മസാലക്കറി ഉണ്ട്, അത് കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. പിന്നെ ബാജിക്കറിയും മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ പുട്ടും മുട്ടയപ്പവും പിന്നെ അമ്മയുടെ മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴവും അങ്ങനെ ഫുൾ മൃഷ്ടാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ബേക്കറി വന്നു. എനിക്ക് അവിടുത്തെ ഈ നാട്ടിലെ ക്രീം ബണ്ണും ബേക്കറി പലഹാരങ്ങളും എന്തോ എനിക്ക് ഭയങ്കര ഹരാണ്. സ്വന്തമായിട്ടൊരു ബേക്കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ബേക്കറി ഉണ്ട് കഴിഞ്ഞാലും ഞാൻ ഓടിച്ചെല്ലും. പിന്നെ അവിടെ കുറച്ച് തണ്ണിമത്തങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട്. അതൊരു തണ്ണിമത്തങ്ങ മേടിച്ചു. പിന്നെ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്ന കണ്ടിട്ട് അത് വേണോ വേണ്ടോ എന്നൊക്കെ ജിഷേട്ടോട് ചോദിച്ച് എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഓരോ സാധനമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ വണ്ടിയിലാണ് യാത്ര. അച്ചാച്ചൻ ഒരു മറ്റേ ഓട്ടോറിക്ഷ, മറ്റേ ആപ്പയില്ലേ ആ ഓട്ടോറിക്ഷ എന്തോ, അത് അടിപൊളിയാണ്. എന്തായാലും ഇങ്ങനെ കുലുങ്ങി പോവാൻ. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. ഓക്കെ ബൈ.